ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷനുമായിട്ടാണ്. എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നോർമൽ SSC RRB മാത്രമല്ല, അതിനേക്കാളും നമുക്ക് അത്രയും ലെവലിൽ ശമ്പളമൊക്കെ കിട്ടുന്ന രീതിക്കുള്ള ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ISROയുടെ കീഴിലും വരുന്നത്. അപ്പോൾ ISROയുടെ കീഴിൽ ഇപ്പോൾ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എന്ത് വിളിച്ചിട്ടുണ്ട്, വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ISROയുടെ കീഴിലാണ് ഒരുപാട് നിരവധി അവസരങ്ങൾ ISRO തന്നെ വിളിക്കാറുണ്ട്. ഇങ്ങനെ പല പല ടെക്നിക്കൽ പോസ്റ്റുകളും സയൻറ്റിഫിക് പോസ്റ്റുകളും അങ്ങനെയൊക്കെ പറഞ്ഞ് വേക്കൻസീസ് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂരുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിലേക്കുള്ള വാക്കൻസീസ് ആണ് ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗഗൻയാനൊക്കെ വേണ്ടിയായിട്ട് ഓപ്പറേഷൻ തുടങ്ങാൻ വേണ്ടിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് പോസ്റ്റ് വാക്കൻസീസ് ആണ് ഇതിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. അപ്പോൾ 103 പോസ്റ്റ് വാക്കൻസീസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓരോ ടൈമും അവരെന്ത് ചെയ്യാം, വാക്കൻസീസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ISROയുടെ കീഴിലും ഇങ്ങനെ ജോബ് പോസ്റ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ 103 പോസ്റ്റേ ഉള്ളൂവെങ്കിൽ പോലും അത് വെറൈറ്റി ആയിട്ടുള്ള പോസ്റ്റ് ഡിവിഷനിങ്ങിൽ തന്നെയാണ് അത് പോയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഉണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, അതായത് ഈ ടെക്നിക്കൽ ഫീൽഡൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ചാൻസ് ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസേഴ്സ്, അതായത് MBBS ഒക്കെ പഠിച്ചിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്കും എന്തുണ്ട്, ഇതിൽ അവസരം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഇത്രയും പൊസിഷനിങ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്: മെഡിക്കൽ ഓഫീസർ, സയൻറ്റിസ്റ്റ്, ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയൻറ്റിഫിക് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ടെക്നീഷ്യൻ B പോസ്റ്റും ഡ്രോട്ട്സ്മാൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് മാനിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിന് വേണ്ടിയായിട്ടുള്ള ഡ്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡ്രോട്ട്സ്മാനിന് ഒരു പൊസിഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ 13 പോസ്റ്റുകൾ അതിന് വേണ്ടിയായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ എന്താണ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെന്ന് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്യുക. 19/9/2024 ഓപ്പണിംഗ് ആയിട്ടേ ഉള്ളൂ. എത്ര വരെ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്? 9/10/2024, അടുത്ത മാസം 9-ാം തീയതി വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും എക്സാം പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാമെന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഈ ഓരോ പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 SD പോസ്റ്റും ഉണ്ട്, SC പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. അതിൽ എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്, MBBS വിത്ത് MD ഇൻ റിലവൻറ്റ് ഡിസിപ്ലിൻസ് ഉള്ള ആൾക്കാർക്കാണ് മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ MBBS വേണം, MD ഉണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 വേക്കൻസീസേ ഉള്ളൂ. പക്ഷെ അതെന്താണ്, ആ ഒരു കാറ്റഗറി ലിസ്റ്റ് എടുക്കുമ്പോൾ അങ്ങനെ 2 വേക്കൻസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മെഡിക്കൽ ഓഫീസർ SCക്ക് ഒരു പോസ്റ്റാണ്. അത് MBBS ഡിഗ്രി പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഉള്ളവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റും വിളിച്ചിട്ടുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, മാസ്റ്റേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ ടെക്നോളജി, ടെക്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മളെ BTech പോലെ MTech എടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, മാസ്റ്റേഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല വാക്കൻസീസ് അവിടെ അതിന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റും നിങ്ങൾ നോക്കിക്കൊള്ളുക. 18 to 35 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്തുണ്ട്, നമ്മുടെ കാസ്റ്റ് റിലാക്സേഷൻ വെച്ചിട്ട് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ SC ST ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ കാണും. അതുപോലെ OBC ആണെങ്കിൽ 3 വർഷത്തിൻ്റെ കാണും. PWD ഡിസബിലിറ്റി കാറ്റഗറി ആണെങ്കിൽ 10 വർഷത്തിൻ്റെ കാണും. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് എന്ത് വരും, കൺസർവേഷൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 18 to 35 ഇയേഴ്സ് അത്യാവശ്യം നല്ല ഏജ് ഗ്രൂപ്പിംഗ് അവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, 18 to 30 ഇയേഴ്സ് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. ഈ ടെക്നിക്കൽ അസിസ്റ്റന്റിന് നിങ്ങൾക്ക് എന്ത് മതി, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് മതി. എഞ്ചിനീയറിംഗിന്റെ ഏതെങ്കിലും ഒരു പേപ്പർ, അതിപ്പോൾ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡിപ്ലോമ എടുത്തവരായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്ത സയന്റിഫിക് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് BSc മതി. ഏതെങ്കിലും ഡിഗ്രി നിങ്ങൾ എടുത്താൽ മതി, BSc ഡിഗ്രി എടുത്തിരിക്കണം.
അതായത് BA ഉണ്ട് BSc ഉണ്ട് അല്ലേ. അതിൽ ബാച്ചിലർ ഇൻ സയൻസിലാണ് നിങ്ങൾ ഡിഗ്രി എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ പോസ്റ്റുകൾ ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചുമ്മാ എഴുതി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, 18 to 35 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് സയന്റിഫിക് അസിസ്റ്റന്റിന് കൊടുക്കാം. ഇനി അടുത്ത ടെക്നീഷ്യൻ B കാറ്റഗറിയിലേക്കുള്ളതിന് നിങ്ങൾക്ക് എന്ത് മതി? ശരിക്കും പറഞ്ഞാൽ നമുക്ക് SSLC യോഗ്യത മാത്രം മതി. SSLC അല്ലെങ്കിൽ എന്താണ് മെട്രിക്കുലേഷൻ ആണ് പറയുന്നത്. അതായത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് എന്താണ് ITIയും കൂടെ വേണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രേഡ് പഠിച്ചിരിക്കണം. നിങ്ങൾ ITയുടെ ഏതെങ്കിലും ഒരു ട്രേഡ്, ഇപ്പോൾ ഫിറ്ററോ ഇലക്ട്രീഷ്യനോ പ്ലംബറോ AC റിപ്പയറിങ്ങോ അങ്ങനത്തേക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ട്രേഡും കൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു പ്ലസ് പോയിന്റ് പോലെയാണ്. അപ്പോൾ ടെക്നീഷ്യൻ B പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണം? ഒരു റിലവൻറ്റ് ട്രേഡിൽ നിങ്ങൾക്ക് പേപ്പർ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ ഒരു പേപ്പർ പഠിച്ചിരിക്കണം. പ്ലസ് SSLC എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അതുപോലെയാണ് ഡ്രോട്ട്സ്മാൻ B എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് വരച്ചു കൊടുക്കാനുള്ള സംഭവമാണ് പറയുന്നത്. അതിലും എന്ത് തന്നെയാണ് SSLC വിത്ത് അതായത് മെട്രിക്കുലേഷൻ വിത്ത് IT എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ് അവിടെയും പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ SSLC ഇപ്പോൾ കഴിഞ്ഞവർക്ക് ഈ 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ മനസ്സിലാക്കുക. ഇനി അടുത്തെന്താണ് അസിസ്റ്റന്റ് രാജഭാഷ. അതായത് നമ്മുടെ ഈ ഭാഷയുണ്ട്, നമുക്ക് നോർമലി ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, മദർ ടങ് എന്ന് പറയുന്ന രാജഭാഷ എന്ന് പറയുന്ന ആ ഒരു ഭാഷ ലാംഗ്വേജ് എന്താണ് മറ്റുള്ളവർക്ക് ഓഫീസേഴ്സിന് കൺവേ ചെയ്യാൻ വേണ്ടിയായിട്ട് അവരെന്ത് ചെയ്യും, നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഒരു അസിസ്റ്റന്റിനെ നിർത്തും. അപ്പോൾ ആ ഒരു പോസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് രാജഭാഷ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഹെഡ് ഒഫീഷ്യൽസിന് നമ്മുടെ ലാംഗ്വേജ് പറഞ്ഞ് അതിൻ്റെ ആ ഒരു ലാംഗ്വേജ് ലൈസൻസിങ് ഒക്കെ എങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു എന്താണ് ആ ഒരു കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിലനിന്ന് പോകാൻ വേണ്ടിയായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു പോസ്റ്റ് വെക്കുന്നത്. അതിന് ആർക്ക് മതി? ഗ്രാജുവേഷനുള്ള ആർക്ക് വേണോ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഏജ് ലിമിറ്റ് 18 to 28 ആണ് പറയുന്നത് കേട്ടോ. ബാക്കിയെല്ലാം 35 ഉൾപ്പെടെയുള്ള ഏജുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇത് രാജഭാഷ ഗ്രാജുവേഷൻ ഉള്ളവർക്കാണ് പറ്റുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള പോസ്റ്റിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എവിടെയാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കി മാത്രം എന്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾ വേറൊന്നുമില്ല, റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ആണ് വരുന്നത്. സ്കിൽ ടെസ്റ്റ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പോസ്റ്റുകൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചിലപ്പോൾ സ്കില്ല് നിങ്ങളുടെ ട്രേഡ് അവിടെ തെളിയിക്കേണ്ടി വരും നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അനാലിസിസ് ആയിട്ട് വെച്ചിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. റിട്ടേൺ ടെസ്റ്റിൽ വേറൊന്നുമില്ല, നമ്മുടെ നോർമലി പഠിക്കുന്ന GK, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, കെമിസ്ട്രി. ഇപ്പം നമ്മുടെ ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലാത്തതിനൊക്കെ നോർമൽ നമ്മൾ ഈ പറയുന്ന പോലെ മാത്സ്, ഫിസിക്സ്, നമ്മുടെ ഇംഗ്ലീഷ്, GK തന്നെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും. ഒന്നും വലിയൊരു സീനല്ല നമുക്ക്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം റിട്ടൺ ടെസ്റ്റിന്റെ കാര്യത്തിന് കണ്ടോ, ഈ ടെക്നിക്കൽ സ്ട്രീം ഉള്ളവർക്ക് 80 MCQ തന്നെയാണ്. എല്ലാവർക്കും എന്താണ് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1.5 മണിക്കൂർ ടൈമും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിൽ ക്വാളിഫൈ ആവണം. ഇതിൽ വലിയ ക്വാളിഫിക്കേഷൻ മാർക്കൊന്നും വേണ്ട. ഒരു 80-ന് ഒരു 40 റേഞ്ച് 40+ മാർക്ക് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സാവുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിന് ജസ്റ്റ് എങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ഒരു എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി കിട്ടും. ഇതൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകളൊന്നും അല്ല. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ 80 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിന് 1 മാർക്കും തെറ്റിന് 1/3 മാർക്സ് ആയിട്ടാണ് പോകുന്നത്. അതായത് 3 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ടൈമിങ്ങും ഉണ്ട്, നിങ്ങൾക്ക് പാസ്സാവാനും പറ്റും. പിന്നെ സ്കിൽ ടെസ്റ്റ് കണ്ടോ, നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്ക് മതി. 100-ന് ഒരു 50 കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ക്വാളിഫൈ ആവും. അപ്പോൾ ആ ഒരു രീതിക്കാണ് പോകുന്നത്. അപ്പോൾ എക്സാംസിനെ കുറിച്ച് നല്ല പോലെ ഒരു ബോധമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ISROയുടെ കീഴിൽ തന്നെ പല ഇതുപോലെ ഓരോ ടൈം ലിമിറ്റ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഇതുപോലത്തെ വാക്കൻസീസ് വിളിക്കും. അപ്പോൾ ഇതുപോലെ വാക്കൻസീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും. ഇതിപ്പോൾ എന്തായാലും 103 വാക്കൻസീസേ ഉള്ളൂ, ഒരു 100 അടുപ്പിച്ച് വാക്കൻസീസേ വിളിച്ചിട്ടുള്ളൂ. സ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ട്രൈ പോലെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. കാരണം ജോലി എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഫീൽഡിൽ നമ്മളൊന്ന് കയറി പറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയുള്ള എല്ലാ
പ്രയത്നങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു ജോലി ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ നിങ്ങൾക്കൊക്കെ സ്വന്തമാക്കാൻ പറ്റൂ. അപ്പം അത് മാത്രമല്ല 18 to 35 ഇയേഴ്സ് വരെ ഉള്ളവർക്ക്, ഈ 35 ഒക്കെ ഏജ് ഓവർ ആയവർക്കും ഇവിടെ ഒരു ട്രൈ ചെയ്തെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് വച്ചിട്ട് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാഷ് ഉണ്ട് കേട്ടോ, 750 അത്രയോ എന്തോ നമുക്ക് പൈസ അടയ്ക്കാനുണ്ട്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് അങ്ങനെ പൈസ അടയ്ക്കേണ്ടി വന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് റീഫണ്ടും കിട്ടും. 500 ബാക്കായിട്ട് റീഫണ്ടും കിട്ടുന്ന ചില പോസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് എന്തായാലും അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ എന്തിലെങ്കിലും പോയിട്ട് അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് കൺഫേം ചെയ്ത് അതിന് വേണ്ടിയായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഫോമൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് പോസ്റ്റുകളുടെ ഡീറ്റെയിൽസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്